ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാൾ രുചിയിൽ നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരമായി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കതിനാവശ്യമായി പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സിയുടെ പൾസ് ബട്ടണിൽ 2 മിനിറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് പതച്ച് വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവിൻ്റെ പകുതി ഭാഗം എടുത്തതിന് ശേഷം നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഉരുട്ടിയതിന് ശേഷം മുകൾ വശം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് മുറിച്ചതിന് ശേഷം ഒരേ നീളത്തിൽ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസസിൻ്റെ മുകളിൽ 4ആയിട്ടോ അല്ലെങ്കിൽ ഒരു 6ആയിട്ടോ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം അരിഞ്ഞു കൊടുക്കാം. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. എല്ലാ പീസസും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉൾവശം വേകാതെ ഇരിക്കുകയും പുറം മാത്രം മുരിഞ്ഞിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ചൂടെല്ലാ ഭാഗത്തും ഒരുപോലെ എത്താനായിട്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പുറഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇരിക്കുമ്പോൾ പുറംഭാഗം മുരിഞ്ഞ് വരും. ബാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. പുറം നല്ല മുരിഞ്ഞതും അകം നല്ല സോഫ്റ്റായിട്ടുള്ള വെട്ടുകേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.